അറിയോ ഫ്ലോർ? അത് ഇതാണ് മറ്റേ ബേസിൻ ഫ്ലോർ. കടലമാവാണത്, കടലമാവ്. Small amount of turmeric powder. കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ചിപ്പി ഫ്ലോറാണ് എടുക്കുന്നത്. ബേസിൻ ഫ്ലോറാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് കോളിഫ്ലവർ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുക, മിക്സ് ചെയ്യുക. കുറച്ച് നേരം അതൊന്ന് മിക്സ് ചെയ്ത് അതിൽ പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിപ്പോഴും വീട്ടിലുണ്ടാക്കാറുള്ള പലഹാരം എന്ത് ഉണ്ടാക്കണതായാലും ഞാൻ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് മാക്സിമം ടേസ്റ്റാക്കി വെക്കാറുണ്ട് കേട്ടോ. അല്ലാതെ ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാതിരിക്കരുത്. അപ്പം എനിക്കറിയില്ല, ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഗോബി മഞ്ചൂരിയനൊക്കെ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കണതെന്ന് അറിയില്ല. അപ്പം നമുക്കിപ്പോൾ കോളിഫ്ലവറിന് ഒരു ഗോബി മഞ്ചൂരിയൻ്റെ ടേസ്റ്റ് ആക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. എനിക്കറിയില്ല ഇങ്ങനെ തന്നെയാണോ ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. സോയാ സോസ് ഇല്ലാണ്ട് ഒരു ചൈനീസ് ഡിഷ് ഇല്ലല്ലോ സോയാ സോസ്. അപ്പോൾ സോയാ സോസ് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചൈനീസ് എന്തെങ്കിലും ഡിഷിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് തന്നെ, നമ്മളെ വറുത്ത കോരി എണ്ണയിലേക്ക് തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച്, അതായത് ചില്ലി സോസ്, സ്വീറ്റ് ചില്ലി സോസൊന്നും നമ്മൾക്കില്ലാത്തപ്പോൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതായത് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര. അപ്പം ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റ് ചില്ലി പൗഡർ, സ്വീറ്റ് ചില്ലിയുടെ ഒരു സോസ് ഒഴിച്ച പോലെ ഒരു ടേസ്റ്റ് വരും. പിന്നെ കുറച്ച് കെച്ചപ്പ് ഒഴിക്കുക. അപ്പോൾ കെച്ചപ്പ് ഒഴിക്കുമ്പോൾ അതൊരു ആ ഒരു ചൈനീസ് ഡിഷിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അതിലേക്ക് എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ, അത് ഓപ്ഷണലാണ്, കോൺഫ്ലോർ ഉണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കിയിട്ട് അതൊന്ന് ഒഴിക്കുക. അപ്പോൾ അത് ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ ഡിഷ്, കോളിഫ്ലവർ കൊണ്ടുള്ള ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി വറുത്തെടുത്തപ്പോൾ തന്നെ കുറേ എല്ലാവരും ടേസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. വെറുതെ വറുത്തിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ സോസൊക്കെ ഉണ്ടാക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പിറ്റേ ദിവസം ഞങ്ങൾ കുറച്ച് ബാക്കി വന്നത് എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റിന് ഇരുന്ന് കഴിക്കുകയാണേ. അപ്പം മുറ്റത്താകെ മഞ്ഞൊക്കെ വീണ് ഇങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കാണ്. അപ്പോഴാണ് നമ്മൾ നല്ല ചൂടുള്ള ചായയും ഉപ്പുമാവും പഴമൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഡിഷും കൂടി ടേസ്റ്റ് ചെയ്തേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാകും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ ഒരു ചൈനീസ് ടേസ്റ്റൊക്കെ വരുന്നൊരു കോളിഫ്ലവർ, അത് ആണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കണേ. കോളിഫ്ലവർ എങ്ങനെയുണ്ട് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണ്, പുറത്ത് ക്രിസ്പി ആയിട്ട്.